എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല അടിപൊളി വെതറാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പുറത്തായിരുന്നു ഗാർഡനിൽ. നല്ല പ്രകൃതി രമണീയമായി കിളികളുടെ കളകളാരവവും പിന്നെ സൺലൈറ്റും ചെറിയ കാറ്റും ഒക്കെ അവിടെ ഇരുന്ന് വർത്താനം പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ ചുട്ടുപുഴുങ്ങി വെയിലത്തിരിക്കാൻ വയ്യാത്തൊരവസ്ഥയായത് കാരണം പ്രഹസനം അവസാനിപ്പിച്ച് വീട്ടിൻ്റെ അകത്ത് വന്നു. എൻ്റെ ടീഷർട്ടിൽ ഇത് കണ്ടോ നിങ്ങൾ? മമ്മ ഓൾ ഡേ എവറി ഡേ. 2 ദിവസം മുന്നേ വാങ്ങിയ ടീഷർട്ടാണ്. നമ്മുടെ വാച്ച് ഒതുക്കിയ ഭയങ്കര മാച്ചിങ് ആണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഈ ഒരു വാച്ചിൻ്റെ ആരാധിക ഉണ്ട് എന്നുള്ളത്. എപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു കമൻറ്റ് കാണും, പച്ചവാച്ച് എവിടെ, പച്ചവാച്ച് എന്താ ഇടാത്തത്, പച്ചവാച്ച് ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വാച്ച് കിട്ടുമ്പോൾ ഞാൻ പുള്ളിക്കാരിനെ ഓർത്തു കേട്ടോ. പേരെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് മമ്മ ആൻസറിങ് ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ചെറിയ Q&A ആണ്. നിങ്ങൾ ചോദിച്ച വളരെ വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എൻ്റെ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള മറുപടികൾ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ അധിക സമയം കളയാതെ നമുക്ക് വീഡിയോ തുടങ്ങാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു പരിമിതി നമുക്കൊരു വീഡിയോയിലുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരോ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ആദ്യം കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഈ പരീക്ഷയിലൊക്കെ ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ചെയ്യില്ലേ, കാരണം കുറച്ച് ആൻസർ ചെയ്യാൻ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സൗമ്യയാണ്. ഹായ് സൗമ്യ. ഹായ് ഐഷു. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, എപ്പോഴാണ് എറിസ് ഹ്യൂമൻ ഷോർട്ട് ഫിലിം ഞങ്ങൾക്ക് കാണാൻ പറ്റുക? ഏപ്രിലൊക്കെ ആകുമ്പോൾ യൂട്യൂബിൽ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഷോർട്ട് ഫിലിം ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് നിങ്ങളത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ വലിയൊരു അംഗീകാരമായിട്ട് കണക്കാക്കുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു കാര്യം പറയട്ടെ, എറിസ് ഹ്യൂമൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ്. ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, അതിൽ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരുടെയും ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു എറിസ് ഹ്യൂമൻ. ഒരു യൂട്യൂബിൽ റിലീസ് ചെയ്യേണ്ട ഷോർട്ട് ഫിലിം ആയിരുന്നു. പക്ഷെ എല്ലാവരും അത്രയും എഫേർട്ടും ആഗ്രഹവും ഒക്കെ എടുത്ത് ചെയ്തൊരു ഷോർട്ട് ഫിലിം ആയത് കാരണം നമ്മൾ ഏകദേശം ഒരു 5-6 മാസം മുന്നേ ഇവിടെ ഒരു തിയേറ്റർ നമ്മൾ റെന്റിന് എടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തത്. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ വെച്ച്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ ഐഡിയ പ്രകാരം അവർക്കത് കുറച്ച് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിന് അയച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിലൊക്കെ ആകുമ്പോൾ അത് തീരുന്നാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ തീർന്നിട്ടില്ല. 1-2 ചെറിയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസ് നമുക്ക് ചെറിയ അംഗീകാരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി. അപ്പം ഇപ്പോഴും ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എന്നത് എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ അധികം വൈകാതെ അവർ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ഞാനും അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വളരെയധികം എക്സ്പെക്റ്റേഷനോട് കൂടി ഒന്നും നിങ്ങൾ ആ ഷോർട്ട് ഫിലിം കാണരുത് കേട്ടോ. കാരണം എൻ്റെ ആദ്യത്തെ ഒരു ഒരു എക്സ്പീരിമെൻ്റ് ആണ്. എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എത്ര നന്നായിട്ട് അഭിനയിക്കുന്നുള്ളതെന്ന് എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഓട്ടം എന്നുള്ളൊരു നാടകവും സ്കിറ്റും ഒക്കെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സും ഒക്കെ വന്ന് അവർ നമ്മളോടുള്ള കൂടുതലും കൂടെ നല്ല ഒപ്പീനിയനാണ് പറഞ്ഞത്. യൂട്യൂബിലൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു അവലോകനം നടക്കുള്ളൂ. എന്നാലും അങ്ങനെ എക്സ്പെക്റ്റേഷനോട് കൂടെ ഒന്നും കാണരുത്. ചെറിയൊരു ഷോർട്ട് ഫിലിം നമ്മുടെ ആഗ്രഹത്തിന് ചെയ്തത്. അപ്പോൾ അത് എന്നാ റിലീസായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നെ സൗമ്യ 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 5 നമ്മൾ ഒരുമിച്ച് ആൻസർ ചെയ്ത് നമുക്ക് അടുത്ത ആളിലോട്ട് മൂവ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ സൗമ്യയുടെ നിന്ന് എടുക്കാം. കുട്ടിയുടെ നെയിം ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളോട് നെയിം ഇപ്പം പറയണ്ട, പക്ഷെ കുറച്ച് ഗസ് ചെയ്യാൻ ഒരു 5-10 നെയിം പറയുമോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഗസ് ചെയ്യാൻ ഒരു 5-10 നെയിമൊന്നും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഏകദേശം ഒരു 20 വീക്സ് ആയിട്ട് നമ്മൾ ജെൻഡർ അറിഞ്ഞ സമയം തൊട്ടേ നമ്മൾ മോന് വേണ്ട പേരും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ളത് വിഷ്ണുവിന് ഇഷ്ടാവില്ല, വിഷ്ണുവിന് ഇഷ്ടാവുന്നത് നമുക്ക് ഇഷ്ടാവില്ല. കാരണം നമ്മൾ 2 രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെ മ്യൂച്വൽ ആയിട്ടൊരു ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പേരിനോടും. പിന്നെ അങ്ങനെ ഇതുവരെ ആരും കേൾക്കാത്ത വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേരിടണം അങ്ങനെ ഒരു ചിന്തയൊന്നും നമുക്കില്ല. കുറച്ച് നമ്മുടെ ഇന്ത്യൻ രീതിയിൽ വരുന്നൊരു പേര്, എന്നാൽ ഡച്ച് ആൾക്കാർക്ക് കുറച്ച് എളുപ്പത്തിൽ വിളിക്കാൻ പറ്റുന്ന ഒരു സാധാരണ പേരിടണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം എൻ്റെയൊക്കെ പേര് ഐശ്വര്യ എന്നുള്ളത് ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 3 കൊല്ലം കഴിഞ്ഞിട്ടും അവർക്ക് മര്യാദയ്ക്ക് വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഐശ്വര്യ എന്നൊക്കെയാണ് അവർ വിളിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അധികം ബുദ്ധിമുട്ടില്ലാതെ ഇവിടുത്തെ ആൾക്കാർക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേര് ഇടണമെന്നാണ് നമ്മുടെ ഒരു ഐഡിയ. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം
2 ആഴ്ച മുന്നേ പെട്ടെന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരു പേര് ഇഷ്ടപ്പെട്ടു. ആ പേര് ഒറ്റൊരു പേര് മാത്രമേ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിനേക്കാളും കൂടുതൽ ഏതെങ്കിലും ഒരു പേര് ഇഷ്ടപ്പെട്ടാൽ പേര് മാറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഈ പേര് തന്നെ ഇടും. പിന്നെ ഇപ്പോൾ ഡിസൈഡ് ചെയ്ത പേര് ഇപ്പോൾ പറഞ്ഞ എല്ലാം കൂടി ഇപ്പോൾ പറഞ്ഞ രസമില്ലല്ലോ. കുട്ടി ജനിച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ബാക്കി വേണ്ട. അപ്പോൾ ആ പേര് അപ്പോൾ പറയാം. അടുത്തത് ജാവിഷ് ജൂനിയർ അല്ലെങ്കിൽ യാവിഷ് ജൂനിയർ. ഐഷു അച്ഛൻ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് അറിയോ? കഴിഞ്ഞ നമ്മുടെ ഒരു 4-5 വീഡിയോന്റെ താഴെ ഞാൻ അച്ഛൻ വീട്ടുകാരെ പറ്റി, അതായത് എൻ്റെ അച്ഛൻ്റെ ഫാമിലിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു 3-4 കമന്റ്സ് ശ്രദ്ധിച്ചായിരുന്നു. ഇത്തവണ നാട്ടിൽ വന്നപ്പോഴല്ല, കഴിഞ്ഞ തവണ നാട്ടിൽ അച്ഛൻ്റെ തറവാടും വീടും ഒക്കെ വെച്ച് നമ്മൾ നല്ലൊരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു വീഡിയോ ആണത്. ആ വീഡിയോ കണ്ട് നല്ല റെസ്പോൺസും നല്ല ഒരുപാട് ഫീഡ്ബാക്സും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ നാട് വരുന്നത് വട്ടംകുളമാണ്. അവിടെ തറവാടുണ്ട്. നാടും നാട്ടുംപുറവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. തറവാട് പടച്ചിട്ടിരിക്കുകയാണ്. അച്ഛമ്മയ്ക്ക് പ്രായമായി അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അച്ഛമ്മ വല്യമ്മയോടൊപ്പമാണ് നിൽക്കുന്നത്. വല്യമ്മ എന്ന് ഞാൻ വിളിക്കുന്നത് അച്ഛൻ്റെ ട്വിൻ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ വലിയൂന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ എല്ലാ തവണ വരുമ്പോഴും ഞാൻ വലിയൂന്ന് പോകാറുണ്ട്, അച്ഛമ്മേനെ കാണാറുണ്ട്, പിന്നെയും പോകാറുണ്ട്, കാണാറുണ്ട്, പിന്നെയും പോകാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ അച്ഛമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ടും അവിടെ വല്യമ്മ മാത്രമാണുള്ളത്. വല്യമ്മയും ഉണ്ണിമാമയും മക്കളൊക്കെ ദുബായിലൊക്കെയാണ്, അവർ വർക്ക് ചെയ്യാണ് അവിടെ. അപ്പം അതുകൊണ്ട് അവിടെ പോയിട്ട് വീഡിയോ എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത് കാരണമായിരിക്കാം ചിലപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഫ്ലോ അങ്ങോട്ട് പോയി. അച്ഛൻ്റെ ഫാമിലിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛമ്മയ്ക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അങ്ങനെ വ്ളോഗിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഇത്തവണ പോയപ്പോൾ അച്ഛമ്മ വ്ളോഗിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ ഉണ്ണിമാമിയും വല്യമ്മയും മാത്രമാണുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് വ്ളോഗ് എടുക്കേണ്ട ഒരു നെസസിറ്റി അല്ലെങ്കിൽ ഒരു നീഡ് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ചെയ്യാതിരുന്നത്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ മിടുക്കന്മാർ. അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പൂജയാണ്. ഹായ് ഐഷു, ഐ എം പൂജ. ഹായ് പൂജ. What preparations did you and Vishnu Chetan make before pregnancy? Many people are not aware of this. Often pregnancy happens without preparation after marriage, which can affect the baby in many ways. A planned pregnancy is always better. I would love to know what steps you took before pregnancy, as it involves both the physical and mental health of the parents. എനിക്ക് തോന്നുന്നു ഇവിടെ പൂജയുടെ ഒരു പേഴ്സ്പെക്റ്റീവാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും കൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പൂജ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ ഉടനെ കുട്ടികൾ വേണം എന്നുള്ളൊരു തീരുമാനം ഉള്ള ഒരു കപ്പിളായിരുന്നില്ല. നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു 2 മാസം മുന്നെയാണ് വിഷ്ണു ഇവിടെ നെതർലാൻഡ്സിലോട്ട് വരുന്നത്. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞാനും വന്നു. നമ്മൾ രണ്ടുപേരും ഇവിടെ വന്നിട്ട് നമ്മുടെ ഇനീഷ്യൽ ഫോക്കസ് നമ്മുടെ രണ്ടുപേരുടെയും കരിയർ ഒന്ന് റെയിലുമ്മ കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. വിഷ്ണു ഓൾറെഡി ഇവിടെ വർക്കിംഗ് ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാനും ഇവിടുത്തെ ഒരു ലെവലിലോട്ട് നമ്മൾ മാറണമെങ്കിലും ഒരു കൾച്ചർ ചേഞ്ച് വരുമ്പോഴും ഒക്കെ നമ്മൾ കുറച്ചും കൂടെ ജോലിയിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും, കുറച്ച് കൂടുതൽ ടെക്നോളജിയും കാര്യങ്ങളും പഠിക്കുകയൊക്കെ വേണ്ടി വരുമല്ലോ. ആ ഒരു കാര്യങ്ങളിലൂടെയാണ് വിഷ്ണു പോകുന്നുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഒരു സ്റ്റാർട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ 2.5 വർഷത്തോളം എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അതുവരെ നമ്മുടെ ഏറ്റവും വലിയ ഫോക്കസ് നമുക്കൊന്ന് ജോലി റെഡിയാക്കുക, നമ്മുടെ കരിയർ ഒന്ന് സെറ്റാക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്കൊന്ന് റെയിലുമ്മ കയറി ഇത് ഓടി കിട്ടാൻ പിന്നെ ഏകദേശം ഒരു കൊല്ലം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ടെക്നിക്കൽ ജോബ് ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇനീഷ്യൽ ഒരു 3-4 ഇയേഴ്സ് നമ്മുടെ ആഫ്റ്റർ മാരേജ് നടക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് രണ്ടുപേരും വർക്കിംഗ് ആകുമ്പോഴാണ് നമുക്ക് സേവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിക്കൊക്കെ നമുക്ക് ചിന്തിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഒരാൾ മാത്രം വർക്കിംഗ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പീരീഡിലാണ് നമ്മൾ കുറച്ചൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മുടെ ഫാമിലിക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു പീരീഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഇവിടെ ഒരു വീട് വാങ്ങിയതും പിന്നെ കാറ് അങ്ങനത്തെ സംഗതികളിലൊക്കെ നമ്മളൊന്ന് വന്നു തുടങ്ങിയത്. ലേറ്റർ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫീലിംഗ് വന്നു തുടങ്ങി, എനിക്കൊരു അമ്മയാവണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കില്ല, ചിലർക്ക് ഉണ്ടായിരിക്കും, ചിലർക്ക് നേരത്തെ വരും, ചിലർക്ക് വൈകി വരും. അപ്പോൾ ഒരു 5 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം വന്നു തുടങ്ങിയത്.
പക്ഷെ ആ സമയത്തും വിഷ്ണു അത്ര റെഡി ആയിരുന്നില്ല ഒരു ഫാദർ ആവാൻ. നമ്മൾ രണ്ടുപേരും മെന്റലി അതിന് വേണ്ടി റെഡി ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമുക്ക് രണ്ടുപേർക്കും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രഷറൈസിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ വിഷ്ണുവിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു അത് കുറച്ച് കാലം എടുത്തു. പിന്നെയാണ് നമ്മളൊരു പാരൻഹുഡിലോട്ട് കടക്കാം എന്നൊക്കെ ചിന്തിക്കുന്നത്. എനിക്കപ്പോൾ PCOSൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ PCOSൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നു. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ദൈവാനുഗ്രഹം കാരണം ഒരു 2-3 മാസത്തിൽ നമ്മൾ കൺസീവ് ചെയ്തു. അതായിരുന്നു നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നത്. നമുക്ക് കുട്ടി ജനിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ മെൻ്റലിയും ഫിനാൻഷ്യലിയും ഇതിന് റെഡി ആയിരിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ആ ഐഡിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചത്. താങ്ക്ഫുള്ളി എല്ലാം ഒരു ലൈനിൽ വന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സ്റ്റോറി. അടുത്ത ക്വസ്റ്റ്യൻ പാരാഡോക്സിക്കൽ 1444 3-4. ഓക്കെ, ചേച്ചി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണല്ലോ. പുറത്തു പോകുമ്പോൾ ഒക്കെ അത്യാവശ്യം ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ഇത് പ്രൈവസിയെ ബാധിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? അതേപോലെ ജനിക്കാൻ പോകുന്ന കുട്ടിയും ഇതേപോലെ ഒരു രീതിയിലാവുമല്ലോ വളർന്നു വരുന്നത്. നാളെ ആ കുഞ്ഞിന് ഇതൊരു പ്രശ്നമായി തോന്നിയാലോ? ഇത് എവിടെ നിന്ന് തുടങ്ങും? നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആണ് കൊല്ലത്തിൽ അധിക ദിവസവും നിൽക്കുന്നത്. അധിക ദിവസം എന്നല്ല, മെജോറിറ്റി ഓഫ് ഡേയ്സും ഞാൻ ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ എന്നെ ആരും തിരിച്ചറിയാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഞാൻ ഡച്ചിൽ വ്ളോഗ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ വളരെ എല്ലാ ആൾക്കാരെയും പോലെ തന്നെയാണ് ഞാനും പുറത്തു പോയിട്ട് തിരിച്ചു വരാറ്. നാട്ടിൽ വരുന്നത് കൊല്ലത്തിൽ ഈ പറയുന്നത് പോലെ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച ഗ്യാപ്പിലാണ്. ആ ഒരു സമയത്ത് പുറത്തു പോകുമ്പോൾ ആൾക്കാർ കുറച്ച് തിരിച്ചറിയുന്നതും അവർ വന്ന് വ്ളോഗിൻ്റെ അഭിപ്രായം പറയുന്നതും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യേണ്ടത് പറയുന്നതും സജഷൻസ് പറയുന്നതും ഇഷ്ടമാണെന്ന് പറയുന്നതും ഫീഡ്ബാക്ക് പറയുന്നതും പ്രൈവസി പോകുന്ന ഒരു കാര്യത്തിനേക്കാൾ ഉപരി എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കൊല്ലത്തിൽ വളരെ കുറച്ച് ദിവസത്തിലാണ് അത് കിട്ടാറുള്ളൂ. അപ്പം അതങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത് നമ്മൾ കുറേ എന്താ പറയുക കഷ്ടപ്പെട്ട് നേടിയെടുത്തതുപോലെ തന്നെയാണ് എനിക്ക് തോന്നാറ്. പിന്നെ ഇത് നാളെ കുട്ടിയെ ബാധിക്കില്ലേ എന്ന് പറയുമ്പോൾ ഇതേ കാര്യം കുട്ടിയുടെ കാര്യത്തിലും അപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മെജോറിറ്റി ഓഫ് സമയം കുട്ടി ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നാട്ടിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ കൊല്ലത്തിൽ 3-4 ആഴ്ച വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആണെന്ന് നാളെ കുട്ടി പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ച് അതിനൊരു നയം കൊണ്ടുവരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ സെമി നൗഫൽ. എന്തിനാ ചേച്ചി ഇത്ര ഷേപ്പുള്ള ഡ്രസ്സ് ഇടുന്നത്? എല്ലാത്തിൻ്റെയും അളവ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ചേച്ചിയോട് ഇഷ്ടക്കുറവുണ്ടായിട്ടോ നെഗറ്റീവ് അടിച്ചിട്ടോ അല്ല. അതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സ്വന്തം ഇത്താനെ പോലെ കണ്ടിട്ടാണ്. എന്തോ അങ്ങനെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സങ്കടം. എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റുന്നതിനേക്കാൾ എളുപ്പം നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതി മാറ്റുന്നതായിരിക്കും. വേറെ ആൾ ഡ്രസ്സിങ്ങൊക്കെ കണ്ട് നമ്മൾ എന്തിനത്ര വിഷമിക്കുന്നത്? ഡ്രസ്സിങ് പഴയ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. ഡ്രസ്സിങ് ഓരോന്നും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് കണ്ട് ഇപ്പോൾ സെമി നൗഫൽ എന്ന് എഴുതിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ ശരിക്കുള്ള പേരെന്താണ്. അപ്പോൾ ഒരാൾ വിഷമിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആ ഡ്രസ്സിൽ വളരെയധികം സന്തുഷ്ടവതിയായതുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് പൈസ കൊടുത്ത് വാങ്ങി ഞാൻ ആ ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള വസ്ത്രധാരണയായിരിക്കും ഇഷ്ടം. ഇങ്ങനത്തെ കമൻറ്റ്സ് നമ്മുടെ ചാനലിൽ അധികം വരാറില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സൊക്കെ ശരിക്കും ഭയങ്കര മുന്നോട്ട് പോയി. ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കമൻറ്റ് വരാറുള്ളൂ. സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ സ്ക്രീൻഷോട്ട് എടുത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റായിട്ട് അത് ഞാൻ വായിക്കുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും സ്വന്തം ഇത്തയാണെങ്കിൽ പോലും നൗഫൽ ഇത്തരം ഡ്രസ്സിങ്ങിൽ ഇടപെടണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇത്തരം സ്വാതന്ത്ര്യമാണ്, ഇത്തരം ഇഷ്ടമാണ്, എന്ത് ചെയ്യണം എന്നുള്ളത്. അതേപോലെ നൗഫലിൻ്റെ ഡ്രസ്സിലും ഞാൻ ഇടപെടാൻ വരുന്നില്ല, ഇത്തിയും ഇടപെടാൻ വരില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദാറ്റ് വൺ മാജിക്കൽ മൊമെന്റ് ദാറ്റ് യു എക്സ്പീരിയൻസ്ഡ് ആഫ്റ്റർ ബീയിങ് പ്രഗ്നന്റ് വിച്ച് യു തിങ്ക് ഹോൾഡ്സ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ യുവർ ഹാർട്ട്? ഈ ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ എൻ്റെ മനസ്സിലോട്ട് വന്നത് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മമ്മ അടുത്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നാട്ടിലോട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിന്ന സമയത്ത് അമ്മമ്മ എടുത്ത് എൻ്റെ കയ്യ് വയറിൻ്റെ മുകളിൽ വെച്ച സമയത്ത് തന്നെ കറക്റ്റ് കുട്ടി ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. ആ ഇളകിയത് അമ്മമ്മയ്ക്ക് നന്നായിട്ട് കയ്യിൽ ഫീൽ ചെയ്യുകയും ചെയ്തു. അതെനിക്കൊരു ഭയങ്കര മാജിക്കൽ മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം കൂടെ നടന്നത് ഒരു ചെറിയ സെക്കൻഡ്സുകൾക്കുള്ളിലായിരുന്നു. അപ്പോൾ പലതവണ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മൂമെൻറ്റ് അമ്മമ്മേനെ ഒന്ന് കാണിക്കണം എന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരൻ അപ്പോഴൊന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല, വളരെയധികം സൈലൻ്റ് ആയിരുന്നു.
ഈ ഒരു മൊമെന്റിൽ ശരി മോനെ പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് കൈയെടുത്ത് വയറിൻ്റെ മുകളിലോട്ട് വെച്ചപ്പോൾ നല്ലൊരു അനക്കായിരുന്നു. അമ്മമ്മയ്ക്ക് അത് ഫീൽ ചെയ്തു, അമ്മമ്മ ചിരിച്ചു. അതെനിക്കൊരു ഭയങ്കര മാജിക്കൽ മൊമെന്റ് ആയിട്ട് എൻ്റെ പ്രഗ്നൻസിയിൽ എപ്പോഴും തോന്നുന്ന ഒരു കാര്യമായിരിക്കും, ഇപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ SP2311O. Aishu, I admire you for standing for yourself and your passion. Can you please tell me how to get our loud family members to understand us and not become an obstacle or opposing our dream or passion? I'm becoming a rebel day by day, which I don't want to. നമ്മുടെ പാഷനും നമ്മുടെ ആഗ്രഹവും ആദ്യം മനസ്സിലാക്കുന്നതും ആദ്യം അംഗീകരിക്കുന്നതും നമ്മളായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തുള്ള ആളത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും നമ്മളത് ഗീവ് അപ്പ് ചെയ്യില്ലല്ലോ. നമ്മൾ ലോങ്ങർ ടേം അതിൽ വർക്ക് ചെയ്യും, ലോങ്ങർ ടേം അതിൽ സക്സീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ പരിശ്രമവും നമ്മുടെ ഹാർഡ് വർക്കും നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അവരറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളത്. കാരണം ഞാനും ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി തുടങ്ങിയ സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഈ പറയുന്നത് പോലെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് അവൾ ഇഷ്ടമുള്ളതെങ്കിലും ചെയ്യട്ടെ എന്നുള്ള ലെവലിലോട്ട് ചിന്തിച്ചത്. ഇപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ ഒരു പ്രൊഫഷനോട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോടുള്ള ഇഷ്ടം ജെനുവിനായിരുന്നു. അത് മാറിപ്പോയില്ല. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു ശ്രമത്തിലാണ് അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ആഗ്രഹം ജെനുവിനാണെങ്കിൽ നമ്മളിത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി ആൾക്കാർ നമ്മളെ മനസ്സിലാക്കും. ക്വസ്റ്റ്യൻ ബി ഹാപ്പി 2130. Would Vishnu and you have been disappointed if it was a girl? Because it was so obvious from the gender reveal that you two only wanted a boy. So don't say healthy baby is what you wanted. ഞാൻ എന്ത് പറയരുത് എന്ന് വരെ ബി ഹാപ്പി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയേണ്ട കാര്യം എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ ഇതൊരു സ്ട്രോങ് ഇൻ്റർപ്രിട്ടേഷനാണ് ഞാൻ പറഞ്ഞ കാര്യത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ചാനലിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ആൺകുട്ടീനെ തന്നെ വേണം, എനിക്ക് പെൺകുട്ടീനെ ഇഷ്ടമല്ല എന്നുള്ളതൊന്നും. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഞാൻ എൻ്റെ ചിന്തയിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ പ്രഗ്നൻസി പ്ലാനിങ് ഫേസ് ഒക്കെ വരുമ്പോൾ എനിക്കൊരു ചെറിയ താല്പര്യം കൂടുതൽ എന്ത് കുട്ടി വേണം എന്ന് ചോദിക്കുമ്പോൾ ആൺകുട്ടികളോട് ഉണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ ചെറിയ താല്പര്യം കൂടുതൽ പെൺകുട്ടികളുടെ അടുത്തും ഉണ്ടായിരുന്നു. അതിങ്ങനെ നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ പറയില്ല എന്ത് കുട്ടി ആൺകുട്ടി, എന്ത് കുട്ടി പെൺകുട്ടി, അങ്ങനത്തെ ഒരു നോർമൽ കാഷ്വൽ കോൺവെർസേഷൻ അല്ലാതെ ഈ ഒരു ചിന്തയിലൊരു ഡെപ്ത് ഒന്നുമില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പല ഇൻറ്റ്യൂഷൻസും നമ്മുടെ പ്രഗ്നൻസിയിൽ നമുക്ക് തോന്നും. അത് പ്രഗ്നൻ്റ് ആയ എല്ലാവർക്കും പല പല കാര്യങ്ങൾ തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു ആൺകുട്ടിയാണെന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ഫീലിംഗ് വിഷ്ണുവിനോടും സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ആൺകുട്ടിയാണെന്ന് തന്നെ തോന്നണത്. കാരണം അതൊരു ഇൻറ്റ്യൂഷൻ ആയിരുന്നു, ഒരു ആഗ്രഹമായിരുന്നില്ല. നമുക്കൊരു സ്ട്രോങ് ആയിട്ടൊരു കാര്യം ഫീൽ ചെയ്യുക ഇത് ആൺകുട്ടിയാണ് എന്നുള്ളത്. അപ്പം എൻ്റെ ഇൻറ്റ്യൂഷൻ കേട്ടായിരിക്കാം വിഷ്ണുവിന് ഏകദേശം ഉറപ്പായിരുന്നു ആൺകുട്ടിയാണെന്ന്. അങ്ങനെ നമ്മൾ വിചാരിച്ച ഒരു കാര്യം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷനിൽ വന്ന ഒരു കാര്യം തന്നെ നമ്മൾ ബ്ലൂ കളറായിട്ട് അവിടെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ റിയാക്ഷനാണ് നിങ്ങൾ കണ്ടത്. അല്ലാതെ ആൺകുട്ടി ആയതിൻ്റെ എക്സ്ട്രാ സന്തോഷം പെൺകുട്ടി ആയതിൻ്റെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നില്ല. നമ്മളന്ന് പിങ്കാണ് കണ്ടത് എന്നുണ്ടെങ്കിലും നമ്മൾ വളരെയധികം ഹാപ്പി ആയനെ, സർപ്രൈസിംഗ്ലി ഹാപ്പി ആയനെ. കാരണം നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമുക്കുണ്ടായ ഇൻറ്റ്യൂഷൻ തെറ്റായല്ലോ അവിടെ. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഒരു പേരൻസും പ്രാർത്ഥിക്കും അല്ലെങ്കിൽ വിചാരിക്കും എനിക്ക് ഹെൽത്തി ബേബി അല്ല ഇമ്പോർട്ടൻ്റ്, എനിക്ക് ജെൻഡറാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല അധികം ആരും അങ്ങനെ ചിന്തിക്കും എന്നുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുക പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് തന്നെയാണ് നമ്മളും ചിന്തിച്ചിട്ടുള്ളൂ. നമുക്ക് യൂട്യൂബിൽ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഈ പ്രൊഫൈലിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാലം ആ പ്രൊഫൈല് എന്തൊക്കെ കമൻസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് യൂട്യൂബ് നമുക്ക് ഡിസ്പ്ലേ തരും. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ബി ഹാപ്പി ഞാൻ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഏകദേശം ഒരു 8-9 കമൻറ്റ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. എല്ലാ കമൻറ്റും ഒന്നിലൊന്നിൽ മനോഹരമായിരുന്നു. എന്നാലും അതിലൊരു കമൻറ്റും കൂടെ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി. കാരണം അതൊരു അനേത് സ്ട്രോങ് ഇൻ്റർപ്രിട്ടേഷനാണ്.
കമൻറ്റ് ട്രാവലിംഗ് ബാക്ക് ടു ആംസ്റ്റർഡാം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്ന വ്ളോഗ് ഉണ്ടായിരുന്നില്ലേ, അതിൽ വന്ന ഒരു കമൻറ്റാണ്. ഐഷു പേരൻസിനെ ഡെലിവറിക്ക് കൊണ്ടുപോകുന്നോ? ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഭയങ്കര കുറ്റം പറച്ചിലായിരുന്നല്ലോ, അങ്ങനെ കൊണ്ടുപോകുന്നവരെ പറ്റി. അതായത് ഡെലിവറിയുടെ ആവശ്യത്തിന് വേണ്ടി പേരൻസിനെ വേറെ കൺട്രിയിലോട്ട് കൊണ്ടുപോകുന്നവരെ ഞാൻ കുറ്റം പറഞ്ഞു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എപ്പോൾ പറഞ്ഞു എന്ന് എനിക്കറിയാൻ പാടില്ല. മേ ബി പുള്ളിക്കാരി റെഫർ ചെയ്യുന്നത് നമ്മൾ തറാന്ന് പറയുമ്പോൾ പറയാന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി പറയുന്നത് ആദ്യമായിട്ട് എൻ്റെ പേരൻസിനെ ഒപ്പം തന്നെ വിഷ്ണുവിൻ്റെ പേരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു, അത് മൊത്തമായിട്ട് അവരുടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവരണമെന്ന്. ഈ ഒരു തോട്ടിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. നമ്മൾ രണ്ടുപേരും മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരെയും പുറത്തോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് അവർ ഇന്ത്യക്ക് പുറത്ത് ട്രാവൽ ചെയ്യുന്നത്. ഇന്ത്യക്ക് പുറത്തോട്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് പോലെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ഇപ്പം അമ്മയും അച്ഛനും അല്ലെങ്കിൽ ആരാണെങ്കിലും വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. പുറത്തെ കൺട്രീസ് കാണാനും അവിടുത്തെ കൾച്ചർ അറിയാനും അവിടുത്തെ ആൾക്കാരെ കാണാനും ഒക്കെ ഒരു കൗതുകവും അത്ഭുതവും ഒക്കെ ഉണ്ടായിരിക്കും തുടക്കത്തിൽ. അപ്പോൾ ആദ്യമായിട്ട് ഇവർ രണ്ടുപേരെയും കൊണ്ടുവരുമ്പോൾ പൂർണ്ണമായും അവരുടെ എൻജോയ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് അവരോടുള്ള സ്നേഹം കൂടുതലുകൊണ്ടാണ്. കാരണം അവരെ പറ്റുന്ന അത്രയും സ്ഥലങ്ങൾ കാണിക്കണം, അവരെ പറ്റുന്ന അത്രയും രീതിയിലുള്ള സന്തോഷം ഇവിടുന്ന് കൊടുക്കാൻ പറ്റണം എന്നൊക്കെയാണ് നമ്മൾ രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് പേരൻസിനെയാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കൺട്രീസൊക്കെ നമ്മൾ അന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വിഷ്ണു ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും അന്ന് വർക്കിംഗ് ആയിരുന്നു. ഞാനും ലീവ് എടുത്ത് എൻ്റെ പേരൻസ് വന്ന സമയത്ത് സ്വിറ്റ്സർലാൻഡും ജർമ്മനിയും ഫ്രാൻസും ബെൽജിയം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ പേരൻസ് വന്ന സമയത്തും പ്രാഗും ജർമ്മനിയും ബെൽജിയവും പിന്നെ ജർമ്മനി പ്രാഗ് ബെൽജിയം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പാരീസും പോയിട്ടുണ്ടായിരുന്നു, ഫ്രാൻസും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തോന്ന് വിട്ടല്ലോ എന്ന്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ അന്നത്തെ സാഹചര്യത്തിൽ നിന്നും കൊണ്ട് നല്ല രീതിയിൽ തന്നെ അവരെ കൊണ്ടുപോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് രണ്ടുപേർക്കും ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയും സ്ട്രോങ് ആയിട്ട് പുള്ളിക്കാരി ഞാൻ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഒരു സംശയം തോന്നി. പൊതുവേ എൻ്റെ സ്വഭാവത്തിലില്ലാത്തതാണ്. വേറൊരാൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഞാനതിൽ കയറി ഇടപെട്ട അഭിപ്രായം പറഞ്ഞ് കൊള്ളാക്കെ അഭിനന്ദിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അവർ നന്നായിട്ടാണ് അവരുടെ ജീവിതത്തിൽ പറ്റുന്ന തീരുമാനം എടുക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും പറഞ്ഞോ. അങ്ങനെ ഞാൻ അമ്മയും അച്ഛനും വന്ന സമയത്തെ വ്ളോഗും പിന്നെ ഇപ്പം അടുത്ത് വിഷ്ണുവിൻ്റെ അമ്മയും അച്ഛനും വന്ന സമയത്തുള്ള വ്ളോഗും കൂടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്ത് കണ്ടു. ഞാൻ എന്താ പറഞ്ഞതെന്നറിയാം. അപ്പോൾ അത് ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാം. എനിക്ക് ആക്ച്വലി രണ്ട് പേരൻസിനെയും എന്താ പറയുക, ഈ ഡെലിവറി പ്രഗ്നൻസി ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ അവരുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ധൃതിപ്പെട്ട് കൊടുന്നത്. ഇത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് പറയണം, മറ്റേത് ശരിയാണ് തെറ്റാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇവരെ അതിന് മുന്നേ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു, ടോട്ടലി അവരുടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇനി എന്തായാലും ഇതാണ് അന്ന് എൻ്റെ അമ്മയും അച്ഛനും വന്ന സമയത്ത് ഞാൻ പറഞ്ഞത്. ഡെലിവറിക്കും കുട്ടീനെ നോക്കേണ്ട ആവശ്യത്തിനും അല്ലാതെ എനിക്ക് അവരുടെ എൻജോയ്മെൻറ്റിന് വേണ്ടി അവരെ കൊണ്ടുവരണമായിരുന്നു. ആൻഡ് ഇതിൽ ഞാൻ ഇതും ഉപയോഗിച്ചിട്ടുണ്ട്. ഡെലിവറിക്ക് മുന്നേ അവർ കൊണ്ടുവരണമായിരുന്നു. കാരണം മുഴുവൻ ഫോക്കസ് അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്. പിന്നെ ഇതിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർ ചെയ്യുന്ന ശരി തെറ്റ് ഒന്നും പറയാൻ ഞാൻ ആളല്ല, അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. ഞാൻ എൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്. വിഷ്ണുവിൻ്റെ പേരൻസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടെ കൊടുക്കാം. അതെ, ഇന്ന് വിഷ്ണുവിൻ്റെ പേരൻസ് നെതർലാൻഡ്സിൽ എത്തുന്ന ദിവസമാണ്. അവരെ പിക്ക് ചെയ്യാനാണ് നമ്മൾ എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹമായിരുന്നു ആദ്യമായിട്ട് നമ്മൾ പേരൻസിനെ നെതർലാൻഡ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഒരിക്കലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാവരുത്, അത് 100% അവരുടെ എൻജോയ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് എൻ്റെ പേരൻസിനെ കൊണ്ടുവരാനും ഇക്കൊല്ലം വിഷ്ണുവിൻ്റെ പേരൻസിനെ കൊണ്ടുവരാനും പറ്റി. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞൊരു കാര്യം. ഇതല്ലാതെ ഞാൻ ഒരിക്കലും പേരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതിനെ കുറ്റം പറയേ, അതല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അമ്മേനോട് അച്ഛനോട് ഇവിടെ വരാൻ പറയില്ല എന്ന് പറയേ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നാളെ അമ്മയ്ക്കും അച്ഛനും നാട്ടിലൊരാവശ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് എടുക്കുന്നത് ഞാനും വിഷ്ണുവും തന്നെയായിരിക്കും. കാരണം നമ്മളൊരു ഫാമിലിയാണ്. അപ്പോൾ ചിലപ്പോൾ ബി ഹാപ്പിക്ക് ഇങ്ങനത്തെ ഇൻ്റർപ്രിട്ടേഷനിലായിരിക്കും ഹാപ്പിനെസ് കിട്ടുന്നത്, തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇതിന് ശേഷം വിചാരിച്ചു ചിലപ്പോൾ ഈ 2 കമൻറ്റ് മാത്രമായിരിക്കും ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കുകയെന്ന്. പക്ഷെ അതിന് ശേഷം
നമ്മൾ ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഒരു മൊമെൻറ്റ്. അതിന് പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ പുള്ളിക്കാരൻ, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഇട്ടിരിക്കുന്ന കമൻ്റാണ്. ഞാനൊരു വിച്ചിനെ പോലെയാണ് കാണാൻ, ഒരു ഹാലോവിൻ പാർട്ടിക്ക് പോകുന്ന പോലെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അതും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതെൻ്റെ പ്രശ്നമല്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന്. കാരണം ഒരാൾ അയാളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് അയാളുടെ അപ്പിയറൻസിനെ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിനെ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തും പറയാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയുള്ള, നമ്മൾ കൂടുതൽ സമയം ബി ഹാപ്പിയിൽ ചിലവാക്കുന്നില്ല. കാരണം ബി ഹാപ്പി എന്നും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹാപ്പിയസ്റ്റ് മീ ഇൻ വേൾഡ്. ഫുള്ളൊരു ഹാപ്പി കളിയാണല്ലോ ഒന്ന്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഹാപ്പിയസ്റ്റ് മീ ഇൻ വേൾഡ് ആണ്. I don't have a question but a suggestion about posting the reel. Will you label the title of the content over there? I'm in a caption in the reel image itself. I hope you get it what I'm saying. As a subscriber, I'm confused of taking the reference, for example recipe of an item with proper dish name likewise. നല്ല സജഷനാണ് കേട്ടോ. ഞാനും എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ആ മാറ്റം ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ കൊണ്ടുവരാം. അതായത് ഇപ്പം ഞാൻ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു തംബ്നെയിൽ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ചേഞ്ച് ഞാൻ എന്തായാലും ചാനലിൽ കൊണ്ടുവരാം. നല്ല സജഷനായിരുന്നു. ഇങ്ങനത്തെ സജഷൻസ് എന്നും വെൽക്കം. കാവേരി അജയ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഡു യു തിങ്ക് പേരൻറ്റിങ് ഈസ് ഈസി? ഡു യു തിങ്ക് യു ക്യാൻ ഫോളോ യുവർ ഡയറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആഫ്റ്റർവേർഡ്സ്? ഇപ്പം പേരൻറ്റിങ് എന്നല്ല, ലൈഫിൽ ഒരു കാര്യം വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ കുറച്ച് എഫേർട്ട് ഇടണം. അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതേപോലെ പാരൻറ്റിങ് എന്നുള്ളതും വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു കുട്ടീനെ ജനിച്ച് വളർത്തി, അതും നമ്മുടെ കയ്യിൽ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ആൾ. അപ്പോൾ നമ്മൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ രണ്ടുപേരും കൂടെ എങ്ങനെ എളുപ്പത്തിൽ അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കണം. അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്ന് മനസ്സിലാക്കി എടുക്കേണ്ടി വരും. ഡു യു തിങ്ക് യു ക്യാൻ ഫോളോ യുവർ ഡയറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആഫ്റ്റർവേർഡ്സ്? അതിനൊരു ദീർഘവീക്ഷണം ഒന്നും നടത്തിയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡയറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഞാനൊരു ഡയറ്റും ഫോളോ ചെയ്യാറില്ല. ഞാനൊരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എനിക്ക് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. മേ ബി പറ്റുമായിരിക്കും, മേ ബി ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമായിരിക്കും, മേ ബി ഞാൻ കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടിയിരിക്കും, മേ ബി പുതിയ കുറേ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ലല്ലോ, പല വ്യത്യാസങ്ങളും അതിൽ വരും. ഇപ്പം ഞാൻ കല്യാണത്തിന് മുന്നേ ഉള്ളത് പോലെയല്ല കല്യാണത്തിന് ശേഷമുള്ളത്, ഒരു 4-5 കൊല്ലം ഉള്ളത് മുന്നേ ഉള്ളത് പോലെയല്ല ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ കുട്ടി വരിക എന്ന് പറയുമ്പോൾ ഒരു വലിയ മാറ്റമാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള നല്ലതും മോശവുമായ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. നിങ്ങളൊന്നും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ചാനലിൽ കൂടെ കാര്യങ്ങളൊക്കെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ മുഹമ്മദ് ജാബിർ ആണ്. കോസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ റുട്ടീൻ, ചെക്കപ്സ് ആൻഡ് ഫ്യൂച്ചർ ഹോസ്പിറ്റൽ കോസ്റ്റ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം വേറൊരു രാജ്യത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കറിയുന്ന വിവരത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാം. ഇവിടെ എല്ലാ ആൾക്കാർക്കും ഇൻഷുറൻസ് വേണം എന്നുള്ളത് ഒരു റൂളാണ്. ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് എന്ത് ലെവൽ ഓഫ് ഇൻഷുറൻസ് വേണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. അതായത് ബേസിക് ഇൻഷുറൻസ് വേണോ, അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ഡെൻ്റൽ കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമുക്കിങ്ങനെ ഗ്രേഡ് മോളിക്ക് പോകുന്ന രീതിയിലുള്ള ഏത് ഇൻഷുറൻസ് വേണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. എന്തായാലും ബേസിക് ഇൻഷുറൻസ് എല്ലാ ആൾക്കാർക്കും വേണം. ഈ ബേസിക് ഹെൽത്തിൽ വരുന്നൊരു കാര്യമാണ് പ്രഗ്നൻസി. ഈ ഒരു ബേസിക് ഇൻഷുറൻസിൽ എല്ലാ മാസവും നമ്മളൊരു പ്രീമിയം നമ്മൾ ഇൻഷുറൻസിന് അടയ്ക്കണം. ഇപ്പോൾ അത് 100 യൂറോ ആയിരിക്കാം, 120 യൂറോ ആയിരിക്കാം, നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ബേസിക് ഹെൽത്തിൽ വരുന്ന കാര്യമാണ് ഇൻഷുറൻസ്. അതുകൊണ്ട് തന്നെ ഡെലിവറിയിൽ വരുന്ന മെജോറിറ്റി ഓഫ് കാര്യങ്ങളും ഇൻഷുറൻസ് തന്നെ അതിൻ്റെ കോസ്റ്റ് കവർ ചെയ്യും. പക്ഷേ നമുക്ക് പ്രഗ്നൻസിയിൽ നമ്മുടേതായിട്ടുള്ള കുറേ നീഡ്സും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ടോപ്പപ്പ് ചെയ്തൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ഇൻഷുറൻസിൽ വരുത്തിയിട്ട് നമ്മൾ ഡെലിവറി മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ എല്ലാ വർഷവും ഡിസംബറിലാണ് നമുക്ക് നമ്മുടെ പ്രഗ്നൻസി ഇൻഷുറൻസ് പ്ലാൻ നമുക്ക് മാറ്റാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നൊരു ഫേസിലായത് കാരണം കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ
നമ്മുടെ പ്രഗ്നൻസി പ്ലാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അല്ല, അതിൻ്റെ ആവശ്യം വന്നില്ല, കാരണം നവംബറിലല്ല നമ്മൾ കൺസീവ് ചെയ്തത്. അപ്പോൾ ഡിസംബറിൽ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ ഇപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ വരും. അതായത് ഇപ്പോൾ എനിക്ക് അതിന് ശേഷം എന്തെങ്കിലും ബോഡിയിൽ ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ഗ്രേഡിൽ വരുന്ന ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നമ്മുടെ കമ്പനിയിലുള്ളത് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രഗ്നൻസി കിറ്റ് അയച്ചു തരും. അതിൽ എനിക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ, അവർ അയച്ചെന്ന കിറ്റ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാൻ എൻ്റെ വീഡിയോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ നമുക്ക് വേണ്ടി അയച്ചെന്ന കാര്യങ്ങളാണ്. അപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് വരും. പക്ഷെ അതിനേക്കാളും ഇവിടെ ആൾക്കാർ ചെയ്യുക പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ഇൻഷുറൻസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ ഇൻഷുറൻസ് വഴി തന്നെയാണ് നടക്കുക. നമ്രത അജിത്ത്, ശരിയാ തോന്നുന്നു കേട്ടോ ഞാൻ വായിച്ചത്. അപ്പോൾ ഹൗ ഡു ഐ ഓവർകം ദ ഫിയർ ഓഫ് സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ, എസ്പെഷ്യലി വെൻ ഐ എം സ്കെയർഡ് ഓഫ് ബീയിങ് ജഡ്ജ്ഡ് ഓർ ടീസ്ഡ് ബൈ അതേഴ്സ്, including my own friends who might say things like, oh, you are trying to be an influencer now. ഇതിപ്പോൾ ജസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിതത്തിൽ എന്തൊരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിലും ആദ്യത്തെ കുറച്ച് മാസം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ആ ഒരു കാര്യത്തിനോട് യൂസ്ഡ് ആവുന്നേ ഉണ്ടായിരിക്കുള്ളൂ. രണ്ട്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അത് അംഗീകരിക്കാനുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും. നമ്മളിഷ്ടമുള്ള കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളായിരിക്കും, ചുറ്റുമുള്ള ആൾക്കാരായിരിക്കില്ല. അതുകൊണ്ട് നമ്മളെ ഒരാൾ ജഡ്ജ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ നമ്മളെ ഒരാൾ കളിയാക്കുന്നതിനെ പറ്റിയിട്ടോ പേടിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്യാതെ ഇരിക്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ലോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എത്ര സന്തോഷം അതൊന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ താല്പര്യം തോന്നുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യൂ. അല്ലാതെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്താലും അവർക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. അതിപ്പോൾ എൻ്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ തുടക്കത്തിൽ ടിക്ടോക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വരെ എന്നെ അൺഫോളോ ചെയ്ത് പോയിട്ടും എന്നെ ഒരു ജോക്കർ ഇമേജിൽ കാണും. പിന്നെ എൻ്റെ വീഡിയോ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ആൾക്കാർ കളിയാക്കുന്ന വീഡിയോ ഞാൻ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നോക്കി നമുക്ക് വിഷമിച്ചിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കതിന് സാഹചര്യവും സമയവും ഉണ്ടാവുള്ളൂ. ഇപ്പോഴും എന്നെ കളിയാക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടായിരിക്കും, ഇപ്പോഴും എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ എത്ര ഉണ്ടായിരിക്കും, ഇപ്പോഴും നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ എത്ര ഉണ്ടായിരിക്കും, ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊന്നുമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എനിക്കിത് ചെയ്യണോ, എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണോ എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മൾ എന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ തുടങ്ങും എന്നുള്ളതാണ് കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റിൻഷ ഷാഹിദാണ്, 2317. വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു അതർ പ്രഗ്നന്റ് ഇൻഡിവിജ്വൽ ഹു ആർ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ദെയർ ജേർണി? ഹൗ ആർ യു മാനേജിങ് യുവർ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് ഡ്യൂറിങ് ദിസ് ടൈം? അങ്ങനെ ഒരു അഡ്വൈസ് ഒന്നും എനിക്ക് തരാനില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഓൾറെഡി ഇനീഷ്യൽ ഒരു 2-3 months നമുക്ക് കുറച്ച് ആ ഒരു ഫേസ് ഒന്ന് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ബോഡിയിലും ഇമോഷണലി നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയിൽ നടക്കുന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇപ്പോൾ പ്രഗ്നൻ്റ് അവർ പ്രസവിച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടും. ഇതൊന്നും വലിയ ആവശ്യമുള്ള ഉപദേശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മെജോറിറ്റി ഓഫ് ഉപദേശങ്ങൾ വലിയ ആവശ്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓരോ ബോഡിയും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് ബെസ്റ്റ് തിങ് ടു ഡു ഇൻ പ്രഗ്നൻസി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ, ലിസൺ ടു യുവർ ബോഡി. അതിനുശേഷം എന്താണ് പ്രഗ്നൻസിയിൽ ഒരു ബോഡിയിൽ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ല നല്ല എഡ്യൂക്കേഷണൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ടോ ഒക്കെ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്താണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുക. ഡോക്ടർ പറയുന്ന കാര്യം പ്രോപ്പർലി നമ്മൾ ഫോളോ ചെയ്യുക.
കാരണം ഈ പറഞ്ഞതുപോലെ ഓരോ ബോഡിയും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെ സാഹചര്യം വ്യത്യാസമാണ്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ എക്സ്പീരിയൻസും എല്ലാവരുടെയും കൂടെ സിറ്റുവേഷനും ഒക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ഫേസിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫേസ് നമുക്ക് ഭയങ്കര കഷ്ടപ്പാട് നിറഞ്ഞൊരു ഫേസാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബോഡി ലിസൺ ചെയ്യുക, ഡോക്ടറെ അടുത്ത് സംസാരിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല എനർജി തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക കേട്ടോ. അതായത് വെറുതെ നമ്മൾ കുറേ എന്തെങ്കിലും കഴിക്കുക, നല്ല പ്രോട്ടീനും ഒക്കെയുള്ള നല്ല ഫുഡ് കഴിക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് പ്രഗ്നൻസി ഫേസ് നല്ല ബോൾഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അത്രയേ ഉള്ളൂ. പിന്നെ ഹൗ ആർ യു മാനേജിങ് യുവർ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് ഡ്യൂറിങ് ദിസ് ടൈം? ഇമോഷണലി ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ വളരെയധികം സ്റ്റേബിളാണ്, സ്ട്രോങ് ആണ്. എനിക്ക് എന്ത് ചേഞ്ചാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എനിക്കിപ്പോൾ അങ്ങനെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഭയങ്കര ഇമോഷണലി കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, കാര്യങ്ങൾ ഫേസ് ചെയ്യാനും ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഫിസിക്കലി ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വയറ് വലുതാവുന്നുണ്ട്, ചെറുതായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്, പിന്നെ അണ്ടർആംസ് ഒക്കെ അത്യാവശ്യം നല്ല ഡാർക്കൻ ആവുന്നുണ്ട്. അങ്ങനത്തെ മാറ്റങ്ങൾ ബോഡിയിൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പ്രഗ്നൻസിയുടെ നല്ല അടിപൊളി മാറ്റങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഫേസ് നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദർ എനിത്തിങ് ഫ്രം യുവർ ഓൺ ചൈൽഡ്ഹുഡ് ദാറ്റ് യു വാണ്ട് ടു പാസ് ഓൺ ടു യുവർ ബേബി? ആർ യു എക്സ്പീരിയൻസിങ് എനി ക്രേവിങ്സ് ഓർ എവേർഷൻസ്? ശരിക്കും തൊണ്ട വെഞ്ചം സംസാരിച്ചിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനം പറയുന്നു. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്ന് കുട്ടിയുടെ ചൈൽഡ്ഹുഡിലോട്ട് പാസ് ഓൺ ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യം എൻ്റെ ചൈൽഡ്ഹുഡ് തന്നെ ആയിരിക്കും. എനിക്ക് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ചൈൽഡ്ഹുഡായിരുന്നു. നമ്മൾ കസിൻസ് എല്ലാവരും ഒപ്പം നമ്മളൊരു ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പായിരുന്നു അവിടെ. സ്കൂളിൽ പോകുന്നു, സ്കൂൾ വിട്ട് വരുന്നു, നമ്മളെല്ലാവരും ഒരു സ്കൂളിൽ തന്നെയായിരുന്നു. സ്കൂൾ വിട്ട് വരുന്നു, സ്കൂളിലെ ഭയങ്കര കൂലങ്കൃഷിതമായ ചർച്ചകൾ നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ തറവാട്ടിലിരുന്നിട്ട് അമ്മമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നു. 6 to 8 സ്റ്റഡി ടൈം ഉണ്ടായിരുന്നു, അമ്മ നിർബന്ധിച്ചിരുന്ന് പഠിപ്പിക്കുന്നു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കാനും മൂത്രമൊഴിക്കാനും പുറത്തു വരും, കാരണം സീരിയലിൽ അമ്മമ്മ വെച്ചെടുത്ത് എന്താ നടക്കുന്നതെന്നുള്ളത് എനിക്കറിയണം. അതിനുശേഷം വെല്ലച്ചൻ കുറേ കഥകൾ പറഞ്ഞു തരും. നമ്മളെല്ലാവരും കൂടെ ട്രിപ്പ് പോകും എല്ലാ വെക്കേഷൻസിലും. അതായത് ഒരു ടെമ്പോ ട്രാവലറൊക്കെ വിളിച്ച് ഒരു 1-2 ദിവസത്തെ ട്രിപ്പ്, പഴനി പോകുക അല്ലെങ്കിൽ മറ്റേ മലമ്പുഴ പോകുക, അങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പ് കേട്ടോ, അതൊക്കെ പോകും. അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയതിലുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള പീരീഡായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ്. എനിക്കങ്ങനെ ഭയങ്കര എന്നെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിലുണ്ട് എന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര അടിപൊളിയായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ്. ഞാൻ വീണ്ടും എനിക്ക് റീവിസിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടെ പോയി വിസിറ്റ് ചെയ്ത് അവിടെ നിൽക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ചൈൽഡ്ഹുഡ്. അപ്പോൾ അതുകൊണ്ട് അമ്മമ്മേനെയും വെല്ലച്ചനെയും എൻ്റെ ചൈൽഡ്ഹുഡും ആയിരിക്കും എൻ്റെ കുട്ടിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ കൊടുക്കുക. അതിൻ്റെ ഒപ്പം പുള്ളിക്കാരന് മനസ്സിലാവുന്ന കാര്യമായിരിക്കും ഫാമിലി ബോണ്ടിങ്ങും ഇമോഷൻസും റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ വാല്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മാനേജ് ഫിനാൻസസ് ഡ്യൂറിങ് ലാസ്റ്റ് സം മന്ത്സ് ബിക്കോസ് യു ഹാഡ് ടു ട്രാവൽ ഹോം, need to buy a lot of things for the baby, some other renovations at home, and parents are coming after some days? ഇതിലൊരു കാര്യം എന്താണെന്നറിയോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാനിലുള്ള കാര്യങ്ങളായിരുന്നു. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ സമയം തൊട്ട് ആ മാസം തൊട്ട് നമ്മളൊരു പുതിയ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലോട്ടൊരു ഫിക്സ്ഡ് എമൗണ്ട് ഞാനും വിഷ്ണു മാറ്റിയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ തന്നെയാണ് വാങ്ങിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ തുടക്കത്തിൽ നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്കൊരു വ്ളോഗ് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, ഞാനും വിഷ്ണുവും കൂടി ഇവിടെ ബേബി പാർക്കിൽ പോയിട്ട് ഓരോ സാധനങ്ങളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന മാസങ്ങളിൽ നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ ആ ഒരു അക്കൗണ്ടിലോട്ട് കൂട്ടണോ വേണ്ടേ എന്നുള്ള തീരുമാനമൊക്കെ നമ്മൾ എടുത്ത് ഓൾമോസ്റ്റ് നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ കയ്യിലൊരു സേഫ് ബഡ്ജറ്റ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിലോട്ട് പോകുന്ന കാര്യവും പെട്ടെന്ന് വന്നൊരു കാര്യമല്ല, അതും നമ്മുടെ പ്ലാനിലുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് പ്രൈസ് നമ്മുടെ കാൽക്കുലേഷനിലുള്ള ഒരു എമൗണ്ട് തന്നെയായിരുന്നു. അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരണം എന്നുള്ളത് നമ്മുടെ കാൽക്കുലേഷനിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിലൊരു സർപ്രൈസസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടെ നമുക്ക് നിർത്താം. ഇത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരാളുടെ ചോദ്യം തന്നെയാണ് വായിക്കുന്നത്. നാട് എന്ന് പറയാൻ പറ്റില്ല, തൊട്ടടുത്ത നാട്, തിരുനാവായക്കാരി. അപ്പോൾ ഹായ് യേശു, ഞാനൊരു തിരുനാവായക്കാരിയാണ്. സത്യം പറഞ്ഞാൽ യുവർ വീഡിയോസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ്. നല്ല ക്ലാസ് വീഡിയോസ്, സ്റ്റാൻഡേർഡ് ആണ്. ചുമ്മാ വീഡിയോ ഇടാൻ വേണ്ടി ചെയ്യുന്ന പോലെ തോന്നിയിട്ടേ ഇല്ല. എന്നേലും കാണുമ്പോൾ അല്ലെങ്കിൽ ചാൻസ് കിട്ടുമ്പോൾ പറയണമെന്ന് കരുതിയതാ. ഐ എം റിയലി ഒബ്സസ്ഡ് വിത്ത് യുവർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്. നേരത്തെ നിങ്ങൾ ചോദിച്ചില്ലേ, ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രൈവസി വ്യത്യാസം തോന്നുന്നു, ബുദ്ധിമുട്ട് തോന്നുന്നു.
ഞാൻ നാട്ടിൽ പോയ സമയത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നത്, നമ്മുടെ വർക്കിനുള്ള അപ്രീസിയേഷൻ. അപ്പോൾ അതെങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. മൈ ക്വസ്റ്റ്യൻ ഇസ്, ഇപ്പം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടാണല്ലോ വീടും ഈ റുട്ടീനും ഒക്കെ പോണേ. കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒക്കെ മാറി മറിഞ്ഞാൽ എന്ത് ചെയ്യും? OCD ഉള്ള ആളല്ലേ, ഹൗ വിൽ യു മാനേജ്? ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ കമന്റ് സെഷൻ നോക്കിയാൽ അറിയാം, ഒരുപാട് പേര് OCD എനിക്ക് ഉള്ളതുകൊണ്ട് എൻ്റെ പ്രഗ്നൻസി ഫേസിൽ എനിക്ക് എങ്ങനെയാണ് OCD പോകുന്നത് മാറ്റിയേക്കട്ടെ കേട്ടോ. എൻ്റെ പ്രഗ്നൻസി ഫേസിൽ എങ്ങനെയാണ് OCD പോകുന്നത്, നാളെ കുട്ടി വന്ന് വീട് ഫുള്ള് മെസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സാവുകയാണെങ്കിൽ അപ്പം ഞാൻ എൻ്റെ OCD എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു 15-20 ക്വസ്റ്റ്യൻ ഈ ഒരു ത്രെഡിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ, OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അത് വൃത്തിയാക്കി നമ്മൾ കാര്യങ്ങൾ വെക്കുന്നത് അല്ല എൻ്റെ OCD. കാര്യങ്ങൾ വൃത്തിയാക്കി വെക്കുന്നതും അടക്കി ഒതുക്കി വെക്കുന്നതും എൻ്റെ സ്വഭാവമാണ്, അതെൻ്റെ OCD അല്ല. എനിക്കൊരു കാര്യം വൃത്തിയായിട്ട് ഇരുന്നില്ലെങ്കിൽ അതിന് പുറമെ എനിക്ക് എന്തെങ്കിലും പറ്റും എന്നൊരു ചിന്ത എനിക്ക് വരുമ്പോഴാണ് അതൊരു OCD ആവുന്നത്. ആ ഒരു ചിന്ത എനിക്കില്ല. എനിക്ക് ആ കാര്യങ്ങൾ വൃത്തിക്ക് തന്നെ ഇരിക്കണം എന്നുള്ള എൻ്റെ ഒരു സ്വഭാവമാണ് അവിടെ. എനിക്ക് OCD ഉള്ളത് തോട്ട്സിലാണ്, പല തോട്ട്സിലാണ് എനിക്ക് OCD വരുന്നത്. അത് വീടിൻ്റെ വൃത്തിനെയായിട്ട് എനിക്ക് വലിയ ബന്ധമുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. വീട് വൃത്തിയാക്കി വെക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയ്ക്കും എനിക്കും ഒക്കെ ഉള്ളൊരു സ്വഭാവമാണ്. അത് വൃത്തികേടായി കഴിഞ്ഞാൽ നാളെ ദേഷ്യം വരുമോ ദേഷ്യം വരാതിരിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. കുറച്ചൊക്കെ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കില്ലേ, നമ്മളെ കുറച്ച് കാലത്തെ വൃത്തിയല്ല, കുട്ടിക്ക് വളരാനുള്ളൊരു ഫ്രീഡം കൊടുക്കുന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ എന്നെ തന്നെ ടീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഡീൽ ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി OCD ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. നമുക്ക് ഒബ്സസീവായിട്ടുള്ള ഒരു ചിന്ത വരിക, ആ ചിന്തയുടെ മുകളിൽ നമ്മൾ കമ്പൽസീവായിട്ട് ആക്ഷൻ ചെയ്യുക, അതാണ് OCD. എനിക്കത് തോട്ട്സിലാണ് ഉണ്ടായിരുന്നത്. എനിക്ക് 12ാമത്തെ വയസ്സിൽ ഡയഗ്നോസ് ചെയ്ത് ഞാൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കൊറോണ പീരീഡിൽ എനിക്കത് ഭയങ്കര വേഴ്സായി ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരെ പോയി. അപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തെറാപ്പിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്ത് പറയാൻ കാരണം എനിക്ക് ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ മെഡിക്കേഷനാണോ തെറാപ്പിയാണോ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന്. എന്നെ SSC തന്ന് തെറാപ്പി മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തെറാപ്പിയിൽ പ്രൊസീഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ തോട്ട്സിൽ ബുദ്ധിമുട്ടുകൾ പിന്നെയും വരും. പക്ഷെ ലാസ്റ്റ് ടൈം ഞാൻ എടുത്ത തെറാപ്പി ഭയങ്കര എഫക്റ്റീവായിരുന്നു. ഇപ്പം എനിക്ക് ഒരു നിയർ ടു 5 years ആയി ഈ ഒരു മാറ്റത്തിൽ, അതായത് പ്രഗ്നൻസി എന്ന് പറഞ്ഞ മാറ്റത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. എനിക്കങ്ങനെ ഭയങ്കര OCDയുടെ ബുദ്ധിമുട്ട് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പ്രഗ്നൻസി ഫേസിൽ കുറച്ചും കൂടെ ഈസിയായി കൂളായി റിലാക്സ്ഡായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ആ 2 കാര്യം. നമുക്ക് ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ OCD ട്രിഗർ ആവാം എന്നുള്ളത് വെരി നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക ഈ പറയുന്നത് പോലെ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അവർ റെഫർ ചെയ്യുകയാണെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോവുക. തെറാപ്പി അല്ലെങ്കിൽ മെഡിക്കേഷനാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഡോക്ടർ പറയുന്നത് പോലെ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത അടിപൊളിയായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എനിക്ക് വേണ്ടി ചെയ്ത അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ 12ാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് OCD ഡയഗ്നോസ് ചെയ്ത് അവരെനിക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ, കുറേ ചറ ഞാൻ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ സംസാരിച്ചിട്ട് ചൂടെടുത്തിട്ടും തൊണ്ട വേദനിച്ചിട്ടും എല്ലാം കൂടെ എനിക്ക് അവസാനം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എന്നാൽ എനിക്ക് കുറേ കാര്യം പറയണം എന്നും ആഗ്രഹമുണ്ട്. അങ്ങനെ നിർത്താനും തോന്നുന്നില്ല, പറയാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പേരെടുത്തെടുത്ത് പറയാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും കുറേ റിപ്പീറ്റേഷൻ വന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ എടുത്ത് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.